സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമാണോ എന്നറിയില്ല. അതായത് ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണെന്നുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ANI നൽകിയ വിവരം അനുസരിച്ച് കൺട്രോൾ റൂമിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നൽകിയത് 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിലേക്കാണ് വിമാനം വീണിട്ടുള്ളത്. DGC ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? വിമാനം അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ നിരവധിയായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതേസമയം ഏതാണ് സ്ഥിരീകരിക്കാവുന്നത് എന്നതിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തത വരുത്താനാകുന്നില്ല. കാരണം വിവിധ മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും നിലവിൽ വിമാനത്താവളത്തിന് സമീപമുള്ള മേഖല, അതായത് മേഘാനിയായിട്ടുള്ള മേഖലയിലാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാവുന്നത്. കാരണം ഈ വിമാനം അപകടത്തിൽപ്പെട്ടതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. അതേസമയം എന്താണ് അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം, അതോടൊപ്പം എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത് നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിമാനത്തിൽ 242 യാത്രക്കാർ ഉണ്ടായിരുന്നു. ഇതിൽ 230 യാത്രക്കാരും അതോടൊപ്പം ക്രൂ മെമ്പേഴ്സും, ബാക്കി വരുന്ന ക്രൂ മെമ്പേഴ്സുമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ബോയിലിംഗ് 171 വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 17ഓളം വരുന്ന അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഈ തീ അണക്കാനുള്ള തുടർ നടപടികൾ ഇപ്പോൾ പൂർണ്ണമായും അതാണ് റഷീദ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 230 പേർ യാത്രക്കാരും 12 പേർ ക്യാബിൻ ക്രൂവുമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. ഏതായാലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. 17 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. റഷീദ്, തുടരാം. പഴക്കമുള്ള ബോയിങ് 787 എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് സ്ഥിരീകരിക്കാവുന്ന വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വിമാനം രാവിലെ ദില്ലിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് തിരിക്കുകയായിരുന്നു. പിന്നീട് 90 അംഗ ഈ വിമാനത്തിൽ 242 യാത്രക്കാരുണ്ടായിരുന്നു. എന്തായാലും ഏറെ പഴക്കം ചെന്നിട്ടുള്ള ഒരു വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു ഖേദകരമായ വാർത്ത കൂടി വരികയാണ്. 11 വർഷമുള്ള ബോയിങ് 787 എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ വിമാനം ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് തിരിക്കുകയായിരുന്നു. പിന്നീട് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര പുറപ്പെടുന്ന ഘട്ടത്തിലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ വിമാനത്തിന്റെ പുറകുവശം, അതായത് ചിറകിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും NDRFന്റെയും അതോടൊപ്പം SDRFന്റെയും ഒക്കെ തന്നെ സംഘങ്ങൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. 90 അംഗ NDRFന്റെ സംഘം ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ സുരക്ഷയും അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ മുഖ്യമന്ത്രിമാരുമായും അതോടൊപ്പം ആഭ്യന്തരമന്ത്രിമാരും പോലീസുമായൊക്കെ തന്നെ ഇതിനോടകം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രം സർക്കാർ സഹായം നൽകണമെന്ന് അദ്ദേഹം സഹായം നൽകുമെന്ന കാര്യം ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ സേനാ വിഭാഗങ്ങളുടെയും അതോടൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. പ്രധാനമായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിമാന അപകടം തന്നെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദില്ലിയിൽ നിന്നും മറ്റു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കമുള്ള യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എത്ര പേരുണ്ടായിരുന്നു, എത്ര കുട്ടികൾ, പ്രായമായവർ അടക്കമുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടായത്. നിലവിൽ ടേക്ക് ഓഫിങ്ങിനിടെയാണ് ഇത്തരത്തിൽ മതിലിൽ ഇടിച്ചുകൊണ്ടുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ വിമാനത്തിന്റെ കാലപ്പഴക്കമാണോ അപകടത്തിന് കാരണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതികമായിട്ടുള്ള പിഴവുകളോ അല്ലെങ്കിൽ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് വ്യക്തത വരുത്താനുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർ ഇന്ത്യയുടെ 11 വർഷം പഴക്കമുള്ള വിമാനമാണ് തകർന്നിരിക്കുന്നത്. ഇതിൽ 242 യാത്രക്കാരുണ്ടായിരുന്നു. എത്രത്തോളം ഈ അപകടത്തിന്റെ
വ്യാപ്തി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതേസമയം ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി മറ്റു മേഖലകളിലേക്ക് പടരുമോ എന്നതടക്കമുള്ള ആശങ്കയും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ടേക്ക് ഓഫിങ്ങിനിടെയാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സിജു.